ഓം നമ ശിവായ. ഓം നമ ശിവായ. നർമ്മദേ ഹർ. നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് സനാതന ധർമ്മം. ഇന്നത്തെ കാലത്ത് സനാതനധർമ്മം എന്ന് പറയുന്ന ആ വ്യാപ്തിയുള്ള തത്വം പല രീതിയിൽ പല വേദികളിൽ പറയുന്നത് കേൾക്കുമ്പോൾ ശരിയായ ഗുരുദീക്ഷ കിട്ടാത്തതിൻ്റെ അല്ലെങ്കിൽ ശരിയായ പൂർവിക നമ്മൾക്ക് നൽകാത്തതിൻ്റെ അല്ലെങ്കിൽ കിട്ടാത്തതിൻ്റെ ആ പുരാണ പൈതൃകത്തെ അറിയാത്തതിൻ്റെ എല്ലാം നമ്മൾ കാണുന്നു, കേൾക്കുന്നു. സനാതനധർമ്മം എന്താണെന്ന് പോലും അറിയാത്ത ചില ഉന്നത ഗുരുക്കൾ ഇതിനെപ്പറ്റി പ്രസംഗിക്കുമ്പോൾ അതൊരു റിലീജിയന് മാത്രമുള്ളത് എന്നുള്ള രീതിയിലാണ് അവർ പ്രസംഗിച്ച് വരുമ്പോൾ, അതും സ്പിരിച്വലായിട്ടുള്ള വേദികളിൽ പ്രസംഗിച്ച് വരുമ്പോൾ, നമ്മുടെ സിദ്ധന്മാർ, ഋഷിവര്യന്മാർ സനാതനധർമ്മത്തെ ഈ ഒരു ഭാരതത്തിൽ അതിൻ്റെ ഉത്ഭവത്തെ പുറം ലോകങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ കൈമാറി വന്ന പല നൂറ്റാണ്ടുകളിൽ സനാതനധർമ്മത്തെ ഒരു റിലീജിയനിൽ ഒതുക്കി തീർത്തു. നമുക്കറിയാം ഭാരതം എത്ര വിശാലമായിരുന്നു എന്നുള്ളത്. നാം കാണുന്ന ഇന്ത്യയല്ല പണ്ടത്തെ ഭാരതം, വളരെ വിശാലമായിരുന്നു. പിന്നീട് ഗോത്രാചാരങ്ങളായി, മതങ്ങളായി, ജാതികളായി. അപ്പോൾ എന്താണ് സനാതനധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് സനാതനധർമ്മം? അതായത് ഒരു വ്യക്തി തൻ്റെ അമ്മയോടുള്ള അറ്റാച്ച്മെൻറ്റ്, ആ വ്യക്തിക്ക് സ്വന്തം സഹോദരിയോടുള്ള അറ്റാച്ച്മെൻറ്റ്, ആ വ്യക്തിക്ക് ഭാര്യയോടുള്ള അറ്റാച്ച്മെൻറ്റ്, ഇവയെല്ലാം വ്യത്യസ്തമായിരിക്കും. ആരോട് എങ്ങനെ? അതാണ് സനാതനധർമ്മത്തിൻ്റെ ആദ്യ നിയമം. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ പോലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു സഹോദരൻ തൻ്റെ സഹോദരിയെ കല്യാണം കഴിക്കുമോ? നടക്കില്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. അതേപോലെ ഈ പ്രകൃതിയെ പണ്ട് കാലങ്ങളിൽ ഒരു വൃക്ഷം നമ്മൾ വെട്ടണം എന്നിരിക്കട്ടെ, ആ വൃക്ഷത്തിന് ചില ചടങ്ങുകളുണ്ട്. അതിനെ നമ്മൾ വിട്ടട്ടെ എന്നുള്ള ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു. അതിൻ്റേതായിട്ടുള്ള അനുഷ്ഠാനങ്ങൾ, പൂജാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നു. വൃക്ഷത്തിൻ്റെ ആത്മാവിനെ നമ്മൾ വേറെ അതേ ചെടിയിലേക്ക്, അതിൻ്റെ തന്നെ ഒരു ചെടിയിലേക്ക് ആവാഹിക്കുന്നു. ആ കർമ്മം പൂർത്തിയായ ശേഷം മാത്രമേ ആ മരം വെട്ടുകയുള്ളൂ. ആ ഒരു മരം വെട്ടിയാൽ അതേ ഇനത്തിലുള്ള 7 മരങ്ങൾ അവിടെ വെച്ച് പിടിപ്പിക്കുന്നു. ഇൻക്ലൂഡഡ് ദാറ്റ് ആ ആത്മാവിനെ
ഒരു ചെടിയിലേക്ക് ആവാഹിച്ച് നടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾക്ക് ബാലൻസിങ് ആയി. പിന്നെ ആ ചെടികളെ നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തുമായിരുന്നു. അത് പണ്ട്. ഇപ്പോൾ അത് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മുടെ പ്രകൃതിക്ക്, നമ്മൾ പ്രകൃതിയെ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചെറിയ ചെറിയ ഗ്രാമങ്ങളിൽ ഇപ്പോൾ ഉയർച്ചകൾ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൈലിങ്ങും, ഈ പറയുന്ന പാലങ്ങൾ പണിയുക, ഫ്ലാറ്റുകൾ പണിയുക. നമ്മുടെ ഭൂമിയിലെ സ്രോതസ്സുകളെ ഇല്ലാതാക്കാൻ പാകത്തിന് മനുഷ്യര് എന്നുള്ള അഹങ്കാരം നമുക്ക് വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷറി എന്നുള്ള ഒരു ഡ്രീം അത് സ്വായത്തമാക്കുവാൻ നട്ടോട്ടം ഓടുന്ന മനുഷ്യർ ഭൂമിയുടെ സന്തുലിതാവസ്ഥ തെറ്റിച്ചുകൊണ്ടുള്ള ജീവിതം, ആ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഭൂമി കുലുക്കം, പ്രളയം ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കാലങ്ങളിൽ, അതായത് ഭൂമി, അതായത് ഈ പ്രകൃതിക്ക് ഒരു ബാലൻസിങ് ഉണ്ട്. അത് ഇംബാലൻസ് ആവുമ്പോഴാണ് ഒരു യുഗത്തിൻ്റെ അവസാനമാവുന്നത്. ആ യുഗത്തിൻ്റെ അവസാനമാകുന്ന രീതികളാണ് ഈ പറയുന്ന സ്ഫോടനങ്ങളും ഉരുൾപൊട്ടലുകളും ഭൂമി കുലുക്കങ്ങളും സുനാമികളുമായിട്ട് അത് ബാലൻസ് ചെയ്യുന്നത്. മനുഷ്യരെത്ര അഹങ്കരിച്ചാലും, മനുഷ്യൻ എത്ര ഉയർച്ചയിലെത്തിയാലും പ്രകൃതിക്ക് ഒരു സെക്കൻഡുകൾ മതി അത് പഴയ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ. ഇപ്പോൾ നമ്മൾ മതങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. പക്ഷെ മതങ്ങൾ, ഒറ്റ മതങ്ങളെന്നുള്ള കൺസെപ്റ്റിൽ വരുമ്പോൾ അവിടെയും കലഹങ്ങൾ നടക്കുന്നു. കാരണം പ്രകൃതി അതാണ്. നമ്മൾ വിചാരിച്ചു മനുഷ്യർ മാത്രമാണ് ഈ ഭൂമിയിലെ നായകന്മാരെന്നാണ്. പക്ഷേ മനുഷ്യൻ മറ്റു ജീവികളെ പോലെയുള്ള ഒരു ജീവി. അത് 4 കാലുകൾ, ചിലവിൽ 8 കാലുകളുണ്ടാവും. മനുഷ്യൻ ഇരുകാലികളാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മനുഷ്യരെക്കാളും ബാലൻസിങ് ചെയ്യുന്നവരാണ് മൃഗങ്ങൾ. ഇപ്പോൾ ഒരു സുനാമി വരാൻ പോകുന്നെങ്കിൽ കെട്ടിയിടാത്ത ഏത് മൃഗമാണെങ്കിലും ആ ബൗണ്ടറിയിൽ നിന്ന് അവർ മാറിപ്പോകും. അത് നമ്മൾക്കൊക്കെ, ഈ കേരളീയർക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. കുറച്ച് വർഷം മുമ്പ് സുനാമി വന്നത് വെള്ളക്കെട്ട് കൊണ്ട് ഗ്രാമങ്ങളും പട്ടണങ്ങളും നിറഞ്ഞപ്പോൾ അവിടെ കെട്ടിയിടാത്ത മൃഗങ്ങളൊന്നും അവിടെ നശിഞ്ഞിട്ടില്ല. മറിച്ച് കെട്ടിയിട്ട പശുക്കളെല്ലാം, കന്നുകാലികളെല്ലാം മരിച്ചും പോയി. കാരണം അവർക്ക് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മുടെ കാലാവസ്ഥാ പ്രവചനം തെറ്റാണെങ്കിലും അവർക്കതിൻ്റെ വൈബ് മനസ്സിലാവും. അപ്പോൾ സനാതനധർമ്മം ഈ യൂണിവേഴ്സിൽ, ഈ ഭൂമിയിൽ താമസിക്കുന്ന ആരായിക്കോട്ടെ, ഏത് മതമായിക്കോട്ടെ, ഏത് ജാതി ആയിക്കോട്ടെ, പ്രകൃതിക്കൊരു നിയമമുണ്ട്. ആ നിയമം തെറ്റിക്കുമ്പോഴാണ് ഭഗവാന് അവതാരം എടുക്കേണ്ടി വരുന്നതും ആ ധർമ്മം പുനർസ്ഥാപിക്കേണ്ടി വരുന്നതും. ചിലവർക്ക് ചില സമയങ്ങളിൽ സിദ്ധന്മാർ മതി അത് ബാലൻസ് ചെയ്യാൻ. പക്ഷേ ആ ധർമ്മത്തിൻ്റെ നാശം രൂക്ഷമാകുമ്പോൾ, സമ്പൂർണമായിട്ട് അധർമ്മം വിളയാടുമ്പോഴാണ് ഭഗവാൻ പല അവതാരങ്ങളായിട്ട് ഈ ഭൂമിയിൽ അവതരിക്കുന്നത്. ഇപ്പോൾ മനസ്സിലായി കാണും, സനാതന ധർമ്മത്തിന് ഒരു സ്പെസിഫിക് മതങ്ങളുമായിട്ട് അറ്റാച്ച്മെൻ്റ് ഇല്ല. ഏത് മതത്തിൽ നിയമവിരുദ്ധമായിട്ട് മുമ്പോട്ട് പോയാൽ അതിന്
സനാതനധർമ്മത്തിൻ്റെ, അതായത് ധർമ്മത്തിന് ഗ്ലാനി എന്ന് തന്നെ വേണം പറയുവാൻ. ഒരു മോൻ അമ്മയെ വിവാഹം കഴിക്കുമോ? ഇല്ല, അത് നിയമവിരുദ്ധമാണ്. ഒരച്ഛൻ മോളെ കല്യാണം കഴിക്കുമോ? ഇല്ല, അത് സനാതനധർമ്മത്തിന് വിരുദ്ധമാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ലോ. അപ്പോൾ ഈ ഒരു ബാലൻസിങ്ങിനെ ഇൻബാലൻസ് ആക്കുമ്പോഴാണ് ധർമ്മഗ്ലാനി ഉണ്ടാവുന്നത്. ആ തത്വമാണ് മഹാഭാരതത്തിൽ നാം എപ്പോഴും നമ്മുടെ ഫ്രണ്ട് റൂമിൽ നമ്മൾ തൂക്കിയിടുന്ന മഹാഭാരത യുദ്ധത്തിൻ്റെ കൃഷ്ണൻ രഥതേരാളിയായിട്ട്, അർജുനൻ നായകനായിട്ടിരിക്കുന്ന യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എവിടെ ധർമ്മത്തിന് ഗ്ലാനി വരുന്നോ ഞാൻ അവിടെ എത്തും, ധർമ്മം പുനർസ്ഥാപിക്കുവാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഹിന്ദു മതത്തിന് മാത്രമുള്ള കൺസെപ്റ്റ് അല്ല. നമ്മൾ വിവർത്തനം ചെയ്തു വന്നപ്പോൾ അത് അങ്ങനെ ആയിപ്പോയെന്നേ ഉള്ളൂ. ഭഗവാന്റെ ഈ യൂണിവേഴ്സ് ഒക്കെ കൃഷ്ണൻ്റെയാണ്, പരമാത്മാവിൻ്റെയാണ്. ഭഗവാൻ എല്ലായിടത്തും ഒരേപോലെയല്ല ആദരിക്കപ്പെടുന്നത്. എങ്ങനെയൊക്കെ മനുഷ്യരുണ്ടോ ആ രീതിയിലാണ് ഭഗവാൻ ഓരോ രൂപങ്ങളിലായിട്ട് വരുന്നത്. ബട്ട് ഗോഡ് ഈസ് വൺ. ഇപ്പോൾ ചൈനയിലാണെങ്കിൽ ചൈനയിൽ വേറെ രീതിയിലാണ് അവതാരം എടുത്തിട്ടുണ്ടാവുക. സൗത്ത് ആഫ്രിക്കയിലാണെങ്കിൽ അത് വേറെ രീതിയിലായിരിക്കും. ബട്ട് ഭഗവാൻ എല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന പാവയായിരിക്കില്ല അയൽവക്കത്തെ കുട്ടി ഇഷ്ടപ്പെടുന്നത്. അവൻ വേറെ രീതിയിലുള്ള പാവയായിരിക്കും ഇഷ്ടപ്പെടുന്നത്. സോ ബിക്കോസ് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ ഭഗവാന്റെ രൂപമാണ് നമുക്ക് ഇഷ്ടപ്പെടുക, അല്ലേ? എൻ്റെ ഉള്ളിലെ കൃഷ്ണനായിരിക്കില്ല നിങ്ങളുടെ ഉള്ളിലെ കൃഷ്ണൻ, സംതിങ് ഡിഫറെൻറ്റ്. അതേപോലെ നമ്മുടെ ഓരോ രാഷ്ട്രങ്ങൾ മാറും തോറും അവരുടെ ഇമാജിനേഷനാണ്. ഇപ്പോൾ കൃഷ്ണനെയൊക്കെ കണ്ടവരാരുണ്ട്? അന്നത്തെ കാലത്തെ ഫോട്ടോഗ്രാഫർ എവിടെയുണ്ട്? അതൊരു കലാകാരൻ്റെ അവനിൽ ശ്രീകൃഷ്ണൻ്റെ ഭാവം വിളങ്ങിയ, അതായത് ശ്രീകൃഷ്ണൻ്റെ കഥകൾ കേട്ട് പുരാണങ്ങൾ വായിച്ച് ഭഗവാനെപ്പറ്റി വർണ്ണിച്ച ആ രൂപമാണ് നമ്മൾ കലാകാരന്മാർ അത് വരച്ചുണ്ടാക്കുന്നത്. ഇപ്പോൾ പോലീസ് കേസ് അന്വേഷിക്കുമ്പോൾ പ്രതിയുടെ രൂപരേഖകളൊക്കെ വരച്ച് ഇത് തന്നെയാണോ എന്ന് നോക്കുമ്പോൾ യെസ്. സോ അങ്ങനെയുള്ള കലാകാരന്മാരാണ് നമ്മുടെ മുമ്പിൽ ഭഗവാന്റെ രൂപങ്ങൾ നമ്മൾക്ക് ദർശനയോഗ്യമാക്കിയതും. പ്രകൃതിക്ക് ഭഗവാൻ പറഞ്ഞിട്ടുള്ള ചില നിയമങ്ങൾ, പ്രകൃതി നിയമങ്ങൾ ഗീതയിലൊക്കെ നമ്മൾ വായിക്കുവാണെങ്കിൽ നമുക്ക് പ്രകൃതി നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ തെറ്റിച്ചാലാണ് ധർമ്മഗ്ലാനി ഉണ്ടാവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ റിലേഷൻ, നമ്മുടെ എങ്ങനെയായിരിക്കണം റിലേഷൻ. ഇപ്പോൾ ഭാരതത്തിൽ ഭാരതാംബയുടെ സ്വരൂപമാണ് പൂജിക്കപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഭാരതാംബ കൊടിയും പിടിച്ച് സിംഹത്തിൻ്റെ വാഹനത്തിലിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ധർമ്മത്തിൽ സ്ത്രീകൾക്കാണ് ശക്തിരൂപമായിട്ട്. ഇപ്പോൾ മഹാവിഷ്ണുവാണെങ്കിലും ഈ പറയുന്ന ശങ്കരനാണെങ്കിലും ബ്രഹ്മാവാണെങ്കിലും അവരുടെ നാമത്തിന് മുമ്പിലാണ് സ്ത്രീയെ, അവരുടെ ശക്തിയെ കാണിക്കുന്നത്. ഇപ്പോൾ ലക്ഷ്മി നാരായണ, ഉമാ പരമേശ്വരൻ, പാർവതി പരമേശ്വരൻ, ഏതൊരു ഭാവം നമ്മുടെ ഭാരതത്തിൻ്റെ ഏതൊരു ശക്തിയെയും
നമ്മൾ വിശേഷിപ്പിക്കുന്നത് അമ്മ എന്ന് തന്നെയാണ്. ഏതൊരു പുരുഷൻ്റെയും പിന്നിലെ ഒരു സ്ത്രീ ഉണ്ടാകും എന്ന് നമ്മളുടെ ഒരു മോട്ടോയാണ്. ഭാരതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഏത് തീർത്ഥമെടുത്താലും അതെല്ലാം സ്ത്രീയാണ്. ഗംഗ, യമുന, കൃഷ്ണ, ഗോദാവരി, സിന്ധു, ആ തടങ്ങളിലാണ് ഓരോ സംസ്കാരങ്ങൾ രൂപപ്പെട്ടതും. ഇപ്പോൾ സിന്ധു നദ സംസ്കാരം, ഇപ്പോൾ ഈജിപ്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ നൈൽ നദി സംസ്കാരമാണ്. അപ്പോൾ സ്ത്രീകൾക്ക്, ശക്തികൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നിൽ പോകുന്ന, അതായത് സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള ഒരു സ്ഥാനമെന്ന് പറയുന്നത് ഭാരതമാണ്. പിന്നെ കയ്യിലുള്ള കൊടി, കാവിക്കൊടി, ദാറ്റ് കാവിക്കൊടി ഡസൻ മീൻ റിലീജിയൻ. കാവിക്കൊടി എന്ന് പറഞ്ഞാൽ അഗ്നിയാണ്. സ്ത്രീയെ ശക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസെപ്റ്റ് ചെയ്യുന്നത് അഗ്നിയാണ്. സിംഹം, ഷീസ് സൂപ്പർ നാച്ചുറൽ. ഏതൊരു, ഇപ്പോൾ ശിവൻ, മഹാവിഷ്ണു, ബ്രഹ്മാവെന്നിരിക്കട്ടെ, ശക്തിയില്ലാത്ത ശിവൻ ആരാ? ശവം. റൈറ്റ്? സോ ആ ഒരു കൺസെപ്റ്റ്, ശക്തിയെ എവിടെയാണ് ആരാധിക്കപ്പെടുന്നത് അവിടെ ഫുള്ളി ലോഡഡ് ആയിട്ടായിരിക്കും. എവിടെ ശക്തി ആരാധിക്കപ്പെടുന്നു അവരുടെ പേരും പ്രശസ്തിയും ഉണ്ടാവും. നമ്മൾ നമ്മുടെ വീട്ടിൽ ആദ്യം പൂർണ്ണസ്ഥായിയായി വെക്കുന്നത് ആരെയാണ്? ശക്തി സ്വരൂപത്തെയാണ്. ചിലവർ മൂകാംബികാദേവിയെ വെക്കുന്നു, ചിലവർ ഭദ്രകാളിയെ വെക്കുന്നു, ചിലവർ ദുർഗയെ വെക്കുന്നു. ഒരു വീടും ശക്തിയെ ആരാധിക്കാതെ ഒരു വീടും ഭാരതത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. കാരണം ശക്തിയില്ലെങ്കിൽ ആരാധന, അനുഷ്ഠാനങ്ങൾ വ്യർത്ഥമാണ്. ഏതൊരു റിലീജിയൻ ഇപ്പോൾ ആയാലും അവിടെ ശക്തി ആരാധന തീർച്ചയായിട്ടും ഉണ്ട്. വിതൗട്ട് നാരി മീൻസ് വിതൗട്ട് ശക്തി നത്തിങ് വിൽ ബി ദെയർ, സീറോ. അപ്പോൾ സനാതനധർമ്മത്തിന് ഈ ഒരു മോട്ടീവാണ്, ലോയാണ് ധർമ്മം എന്ന് നാം അറിയണം. അത് ഫോളോ ചെയ്യുന്ന മണ്ണാണ് ഭാരതം. ആ ഭാരതത്തിൽ നിന്നാണ് മറ്റുള്ള റീജിയണിലേക്ക് മനുഷ്യർ മാറ്റപ്പെട്ടതും. അവിടെ ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പൂർവികർ, ഇപ്പോൾ മലയാളികൾ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് കേരളം എന്നുള്ള ലെവലിലേക്ക് വന്ന് നമ്മുടേതായിട്ടുള്ള ഭാഷകളുണ്ടാക്കി, നമ്മുടേതായിട്ടുള്ള ജാതികളുണ്ടാക്കി. അതേപോലെ തന്നെയാണ് ഭാരതത്തിൽ നിന്നും പുറം രാജ്യങ്ങൾ തേടിപ്പോയിട്ട് അവിടെ അവർ നദീതട സംസ്കാരങ്ങളെടുത്തു, അവരുടേതായിട്ടുള്ള ലെവലിൽ ലൈഫ് സ്റ്റൈലിൽ വളർന്നു. പക്ഷേ എല്ലാത്തിൻ്റെ മൂലമെന്ന് പറയുന്നത് ഭാരതമാണ്. അത് നമ്മൾ പുറകോട്ട് അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, സനാതനധർമ്മത്തിൻ്റെ മണ്ണ്, യൂണിവേഴ്സൽ ലോ തുടക്കമിട്ടത്, ഈ പ്രപഞ്ചത്തിലെ ശക്തി പൂർണ്ണമായിട്ട് തുടങ്ങിയത് ഭാരതത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇവിടെ സ്ത്രീകൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. ഗുരുക്കന്മാർ സ്ത്രീകളെ അവരുടേതായിട്ടുള്ള ബഹുമാനം കൊടുക്കുന്നതും. ഏതൊരു സിദ്ധനായിക്കോട്ടെ, ഏതൊരു മുൻനിരയിൽ നിൽക്കുന്ന സർവ ഗുരുവായിക്കോട്ടെ, സ്ത്രീകളെ ബഹുമാനിക്കുന്നു. അതേപോലെ കൊച്ചു ബാലികകളെ പൂജിക്കുവാനും കന്യകകളെ പൂജിക്കുവാനും സ്ത്രീ ശക്തികളെ പൂജിക്കുവാനും നമ്മുടെ ഋഷി മുനിയന്മാർ പഠിപ്പിച്ചു തന്നതും. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റാണ്
സനാതനധർമ്മത്തിൻ്റെ ഫസ്റ്റ് മോട്ടീവ്. നമ്മൾ മതങ്ങളിൽ ഭഗവാന് ചെയ്യുന്ന കർമ്മമല്ല ധർമ്മം. നമ്മുടെ ഈ ഭൂലോകത്ത്, ഈ പ്രപഞ്ചത്ത് ഭഗവാൻ നമുക്ക് കൊടുത്തിരിക്കുന്ന ധർമ്മം, ബാലൻസിങ്, ഈ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയാണ് നിലനിർത്തുക എന്നുള്ളതാണ്. ഫോളോ ചെയ്യുവാൻ വേണ്ടി ഒരു ധർമ്മം നമുക്ക്, ഒരു ഡ്യൂട്ടി നമുക്ക് തന്നിട്ടുണ്ട്. ആ ഡ്യൂട്ടിയെ വേറെ ലെവലിലേക്ക്, വേറെ തലങ്ങൾ കൊണ്ട് പോകുമ്പോഴാണ് ആ ധർമ്മഗ്ലാനി ഉണ്ടാവുന്നത്. അത് മനുഷ്യനും നമ്മൾ എങ്ങനെ വനങ്ങൾ സംരക്ഷിക്കണം, എങ്ങനെ പ്രകൃതിയെ നമ്മൾ ബാലൻസ് ചെയ്യണം. ഇപ്പോൾ ഋഷിമുനി വര്യന്മാരൊക്കെ ഹവന യജ്ഞങ്ങളൊക്കെ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. എയർ പ്യൂരിഫിക്കേഷൻ. ആ എയർ പ്യൂരിഫിക്കേഷൻ വന്നാലേ നമ്മളുടെ ശുദ്ധമായി ശ്വസിക്കാനൊക്കെയുള്ളൂ. പക്ഷേ ഇന്ന് യജ്ഞങ്ങളും യാഗങ്ങളും എവിടെയാണ്? പണ്ട് ഓരോ മഠങ്ങളിൽ ദിവസവും അഗ്നിഹോത്രവും ഹോമവും നടന്നിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് എവിടെയാണ്? മഠങ്ങൾ തന്നെ ഇല്ല, ഇല്ലങ്ങൾ കുറവായി വരുന്നു. ഇപ്പോൾ ഇല്ലങ്ങളൊക്കെ ആൻറ്റിക് ഷോപ്പിലൊക്കെയാണ് അതിൻ്റെ ഓരോ പാർട്സ് നമുക്ക് കിട്ടുക, കാണാൻ കിട്ടുക. അങ്ങനെ ഓരോ തലങ്ങൾക്ക് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ നമ്മൾ ഫോളോ ചെയ്താൽ ധർമ്മം ബാലൻസായിട്ട് പോകും. പണ്ടുള്ളവർ ഗുരുകുലത്തിലാണ് വിദ്യകൾ അഭ്യസിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അതൊന്നുമല്ല. നമ്മൾ ഡെയിലി സ്കൂളിൽ പോയി വരിക എന്നുള്ള കൺസെപ്റ്റായി. ഇന്ന് പഠിച്ച് പുറത്ത് വരുന്ന പിള്ളേർക്ക് റോഡ് റൂൾ പോലും അറിയാതെയാണ് വിദ്യ അഭ്യസിക്കുന്നത്. ഇപ്പോൾ ഡിഗ്രിയൊക്കെ എടുത്തു, അവനവൻ്റെ രോച്ചു. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികൾക്ക് അനുയോജ്യമായ, ഇപ്പം അവൻ പഠിച്ച് വളർന്ന് അവന് ഒരു മൾട്ടി കമ്പനിയിൽ ഉദ്യോഗം കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പക്ഷേ എന്ത് ഫലം? നത്തിങ്. അത് ബ്രിട്ടീഷുകാർ അടിമകളാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴും അത് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവനൊരു വൈറ്റ് കോളർ ജോബ് അല്ലാതെ അവൻ വേറൊരു ജോലിയും ചെയ്യില്ല. അവൻ കൃഷിപ്പണി എടുക്കില്ല. സിവിൽ എഞ്ചിനീയർ, കൺസ്ട്രക്ഷൻ വർക്ക് അല്ലാതെ അവന് വേറൊരു പണി അവൻ ചെയ്യില്ല. പക്ഷേ ഭാവിയിൽ എന്താവും? ഫ്ലാറ്റുകളും പട്ടണങ്ങളും, ഇപ്പോൾ ഗ്രാമങ്ങളൊന്നും അവിടെ ഇവിടെ ഇല്ല. ഇപ്പോൾ നമ്മൾ കേരളീയരാണെങ്കിൽ തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരും. അവിടെ പഠിപ്പ് കഴിഞ്ഞാൽ അവൻ കൃഷി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഇറങ്ങുവാണ്. അവൻ്റെ അച്ഛൻ്റെ കൈസഹായിയായി മാറി. അവൻ പിന്നെ പൂർണ്ണമായിട്ട് കൃഷിയെയാണ് അവൻ പിന്നെ ലൈഫ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഞങ്ങൾ കേരളീയരാണെങ്കിലോ ഡിഗ്രി കഴിഞ്ഞാൽ ഒരു മൾട്ടി കമ്പനിയിൽ, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ കമ്പനിയിൽ, അല്ലെങ്കിൽ നല്ല ഉദ്യോഗം, AC റൂമിലിരിക്കുന്ന CEO ആയിട്ടോ സീനിയർ മാനേജറായിട്ടിരിക്കുന്ന ഒരു ലെവലിലേക്കല്ലാതെ അവൻ താഴത്തില്ല. അവിടെയാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സംസ്കാരത്തെ ഉയർത്തി കാണിക്കാത്തതും കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ പുസ്തകങ്ങൾ തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ പൈതൃകത്തെ അല്ല, മറിച്ച് എഡിസനും ഈ പറയുന്ന അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരെ, അവിടുത്തെ ഉന്നത ശ്രേഷ്ഠന്മാരെയാണ് പ്രകീർത്തിക്കുന്നത്. എന്നാൽ അവരെ മുമ്പ് തന്നെ നമ്മുടെ സിദ്ധ തത്വങ്ങളുണ്ടായിരുന്നു. അവർ നമ്മൾക്ക് എന്തൊക്കെ പൈതൃകങ്ങളാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന നമ്മുടെ കോപ്പി അടിച്ചിട്ടാണ് അവർ അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഭോഗർ ആയിക്കോട്ടെ, ഭോഗറാണ് കുണ്ടലിനി യോഗ നമുക്ക് പൊതുവായി പൈതൃകമായി തന്നത്. അഷ്ടാംഗയോഗം, അതേപോലെ പരകായ പ്രവേശം, സിദ്ധ ഔഷധങ്ങൾ. നിങ്ങൾക്കറിയാം, ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ശിശു, ആദ്യമായിട്ട് ശസ്ത്രക്രിയ ചെയ്തത്, ആദ്യത്തെ കണക്കുകൾ എല്ലാം ഈ ഭാരത മണ്ണിൽ നിന്നാണ്. അത് നാം ഓർക്കണം. അതേ അറിവുകൾ നമ്മുടെ വരുന്ന തലമുറയ്ക്ക് കൊടുത്തില്ലെങ്കിൽ
എല്ലാ ക്രെഡിറ്റും പോകുന്നത് പുറത്താണ്. അപ്പോൾ നമ്മുടെ സംസ്കാരം ആണ് സനാതനധർമ്മത്തിൻ്റെ ഒരു പൈതൃകമെന്ന് പറയുന്നത്. യൂണിവേഴ്സൽ ലോ അത് നമ്മളെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. അതനുസരിച്ച്, അതായത് ഈ അമ്മയും പെങ്ങളും ഭാര്യയും എന്നുള്ള ഒരു കോൺസെപ്റ്റ് അത് ബാലൻസ് ആയിട്ട് തന്നെ പോകണം. പ്രകൃതിയും അതേപോലെ പോകണം. അപ്പം ഇതെല്ലാം ഒരു ബാലൻസിങ് ആവുമ്പോഴാണ് ധർമ്മം. അതിന് ഇംബാലൻസ് വരുമ്പോഴാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ വരുന്നതും ആ അധർമ്മം പുനഃസ്ഥാപിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കുന്നതും. അപ്പോൾ നിങ്ങളുടെ സംശയം തീർന്നെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ